യേശുവിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനശക്തി ശുശ്രൂഷയിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഞാനിന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന വചനം മിഖാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നുള്ളതാണ്. അതൊരു 3 വാക്യമുണ്ട്. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഈ വചനം ശ്രദ്ധാപൂർവം വായിക്കാം. കിടക്കയിൽ വെച്ച് തിന്മ നിരൂപിക്കുകയും ദുരുപായങ്ങൾ ആലോചിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം. കയ്യൂക്കുള്ളതിനാൽ പുലരുമ്പോൾ അവരത് ചെയ്യുന്നു. അവർ വയലുകൾ മോഹിക്കുന്നു, അവ പിടിച്ചടക്കുന്നു. വീടുകൾ മോഹിക്കുന്നു, അവ സ്വന്തമാക്കുന്നു. വീട്ടുടമസ്ഥനെയും അവൻ്റെ കുടുംബത്തെയും മനുഷ്യനെയും അവൻ്റെ അവകാശത്തെയും അവർ പീഡിപ്പിക്കുന്നു. അതിനാൽ കർത്താവ് അരുളി ചെയ്യുന്നു, ഈ ഭവനത്തിനെതിരെ ഞാൻ അനർത്ഥങ്ങൾ ഒരുക്കിയിരിക്കുന്നു. അതിൽ നിന്ന് തലപലിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. ഇത് അനർത്ഥങ്ങളുടെ കാലമാകയാൽ നിങ്ങൾക്ക് തല ഉയർത്തി നടക്കാനാവുകയില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മിഖാ പ്രവാചകനിലൂടെ ഇസ്രായേലിൽ നിലനിന്നിരുന്ന ഒരു അനീതിയെക്കുറിച്ചാണ് നാം വായിച്ചു കേട്ടത്. പരസ്പരം കഴിവില്ലാത്തവരെയും പാവപ്പെട്ടവരെയും എല്ലാം പീഡിപ്പിക്കുന്ന ഒരു സിസ്റ്റം, ഒരു സംവിധാനം. അവരുടെ വയലുകൾ, വീടുകൾ പിടിച്ചടക്കുക, ഉടമസ്ഥനെയും കുടുംബത്തെയും പീഡിപ്പിക്കുക. ഇങ്ങനെയുള്ള തിന്മകൾ നടക്കുന്ന കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ വചനം സംസാരിച്ചതാണ്. എന്നാൽ ഇന്ന് നമ്മളിത് വായിക്കുമ്പോൾ, ഇന്ന് ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഈ വചനത്തെ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത്? നാം കാണാറുണ്ട് ഇതുപോലുള്ള പല തിന്മകൾ. മറ്റുള്ളവരുടെ വയലുകൾ, വീടുകൾ, ധനം, ജോലി, ഇങ്ങനെ മറ്റുള്ളവർക്ക് അവകാശപ്പെട്ട അവരുടെ സ്വത്തുക്കൾ പിടിച്ചെടുക്കാനുള്ളൊരു മോഹം. അതിനായി എന്തും ചെയ്യുന്ന ഒരു തിന്മയുടെ സ്വഭാവം ഇന്ന് പെരുകുകയും നമ്മുടെ ചുറ്റും നാം അത് കാണുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇന്ന് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് ജോലി സ്ഥലത്ത് നടക്കുന്ന അനീതികളെക്കുറിച്ചാണ്. നമ്മുടെ ജോലിക്ക്, നമ്മുടെ സ്ഥാനമാനത്തിന് എന്തെങ്കിലും ഒരു ഭീഷണി ഉണ്ടായാൽ എന്താണ് നാം പെട്ടെന്ന് ചെയ്യുക? ഇതല്ലെങ്കിൽ ചിലപ്പോൾ നാം കണ്ടിട്ടുണ്ട്, ഇങ്ങനെ ഭീഷണി ഉണ്ടായിട്ടുള്ളവർ പെട്ടെന്ന് തന്നെ മറ്റുള്ളവർക്ക് അവകാശപ്പെട്ട സ്ഥാനം തട്ടിയെടുക്കാൻ, അത് സ്വന്തമാക്കാൻ, സ്വന്തം സ്ഥാനം സുരക്ഷിതമാക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രവണത പലപ്പോഴെങ്കിലും നാം കണ്ടിട്ടുണ്ട്, നാം അനുഭവിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അതിനുവേണ്ടി അധികാരികളെ സ്വാധീനിക്കുകയും സഹപ്രവർത്തകരെ കള്ളം പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും എങ്ങനെയെങ്കിലും സ്വന്തം സ്ഥാനം പോകാതെ നാം മറ്റുള്ളവരുടെ സ്ഥാനം തട്ടിയെടുത്തിട്ടാണെങ്കിലും അത് ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു തിന്മയുടെ പ്രവണത നാം കാണാറുണ്ട്. നമുക്ക് ചിലപ്പോൾ അറിയാമായിരിക്കും, ചെയ്യേണ്ട നന്മ എന്താണെന്ന് അറിയാമെങ്കിലും അറിഞ്ഞുകൊണ്ട് തിന്മ ചെയ്യുന്ന ഒരു സ്വഭാവം. പലപ്പോഴും നമ്മുടെ പ്രവൃത്തികളെ നാം തന്നെ നീതീകരിക്കും. പക്ഷേ എത്ര നീതീകരിച്ചാലും ദൈവത്തിൻ്റെ പുസ്തകത്തിൽ അത് അനീതിയാണെങ്കിൽ അത് അനീതി തന്നെയാണ്. നമ്മൾ ആരെയെങ്കിലും ദ്രോഹിച്ചിട്ട് നമ്മുടെ സ്ഥാനം, നമ്മുടെ ജോലി സുരക്ഷിതമാക്കിയാൽ അത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ കണ്ണീര് വീഴ്ത്തുകയാണെന്ന് നാം ഓർക്കണം. അങ്ങനെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ കണ്ണീര് വീഴ്ത്തി നമ്മുടെ ജീവിതത്തിലേക്ക് കണ്ണീര് വിളിച്ചു വരുത്തേണ്ട ഒരു ആവശ്യമുണ്ടോ? കാരണം ഇതെല്ലാം ദൈവം കാണുന്നുണ്ട്. അനീതിയിലൂടെ നേടുന്നത് എന്ത് തന്നെയായാലും, സ്വത്തായാലും ജോലിയായാലും എന്ത് തരത്തിലുള്ള നേട്ടമായാലും അത് ദീർഘകാലം നിലനിൽക്കുകയില്ല. പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ നമ്മോട് ശക്തമായി പറയുന്നുണ്ട്, നാം കടന്നു വന്ന വഴികൾ മറക്കരുത്. അതിനുശേഷം ചെയ്യേണ്ട നന്മ, ചെയ്യേണ്ട നീതി എന്താണെന്നറിഞ്ഞ് ദൈവഹിതം അനുസരിച്ച് അത് ചെയ്യാനുള്ള ഒരു കൃപ നമുക്കുണ്ടാകാനായി പ്രാർത്ഥിക്കാം. ഏതെങ്കിലും അവസരങ്ങളിൽ, ഏതെങ്കിലും നിമിഷങ്ങളിൽ അറിവ് കൂടാതെ, ദൈവത്തിൻ്റെ വചനം പൂർണ്ണമായി ഗ്രഹിക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ, മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടത് അന്യായമായി നേടിയെടുക്കാൻ കുബുദ്ധിയായി എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ, അധികാരികളെ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മാപ്പ് ചോദിക്കാം. ഈ നോയമ്പിനായി ഒരുങ്ങുമ്പോൾ പശ്ചാത്താപമുള്ളൊരു ഹൃദയത്തോടെ ഒരുങ്ങാം. എപ്പോഴും ദൈവസന്നിധിയിൽ നീതിയുള്ളവരായിരിക്കാം. ഇതിനായി ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തെ പ്രേരിപ്പിക്കട്ടെ. പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തട്ടെ. അനുതാപത്തോടെ നമുക്ക് നോയമ്പിലേക്ക് പ്രവേശിക്കാം. ദൈവം ഇതെല്ലാം കാണുന്നുണ്ട് എന്നൊരു ഓർമ്മ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ദൈവം നീതിമാനായ ദൈവമാണ്. അനീതികൾക്ക് ദൈവം നമ്മളോട് കണക്ക് ചോദിക്കും. ദൈവത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ ദൈവം അനീതി എന്ന് എഴുതി വെച്ചിരിക്കുന്ന എല്ലാ പ്രവൃത്തികൾക്കും നാം ദൈവസന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. നമ്മളെല്ലാവരും വചനശക്തിയാൽ നിറയട്ടെ. നമുക്കെല്ലാവർക്കും പരസ്പരം പ്രാർത്ഥിക്കുകയും നോയമ്പിൻ്റെ ചൈതന്യത്തിലേക്ക് വരികയും ചെയ്യാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.